അജ്ഞാതന്റെ വിളയാട്ടം. ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്ന പാക് മുസ്ലിം പണ്ഡിതൻ മുഫ്തി ഷാ മിറിനെ വെടിവെച്ചു കൊന്നു. കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ ISIയെ സഹായിച്ച വ്യക്തിയാണ് ഈ മതപണ്ഡിതൻ. ബലൂചിസ്ഥാനിലെ കെച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ടർബത്തിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ബൈക്കിലെത്തിയ അജ്ഞാത സംഘമാണ് ആക്രമിച്ചതെന്നാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു തോക്കുധാരികൾ ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതും. പാകിസ്ഥാനിലെ ഇസ്ലാമിക മതമൗലികവാദ രാഷ്ട്രീയ പാർട്ടിയായ JIUF-മായി ബന്ധമുള്ളതാണ് മീർ എന്നും പറയുന്നു. ബലൂചിസ്ഥാനിലെ തുർബാത്തിൽ താമസിക്കുന്ന മുഫ്തി ഷാ മിർ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമവിരുദ്ധ മനുഷ്യക്കടത്ത് നടത്തിയിരുന്നത്. മാത്രമല്ല, മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ പതിവായി സന്ദർശിക്കുകയും തീവ്രവാദ ശൃംഖലകളുടെ സജീവ അംഗമാവുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്ന എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ചുമതലയും. ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ ഇറാനിലെ ചെഹബാർ തുറമുഖ നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കൈമാറുകയും പാക് ചാര സംഘടനയായ ISIക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന എന്ന നിലയിലും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഭീകരനാണ് മുഫ്തി എന്ന വ്യക്തി. പാകിസ്ഥാനിലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയായ JIUF-ന് വേണ്ടി നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ത്യം കുറിക്കുന്നതും. പാക് ചാര സംഘടനയ്ക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ഇയാൾ ISIയുടെ നിർദ്ദേശപ്രകാരം അഫ്ഗാനിസ്ഥാനിലേക്ക് തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റുന്നതിൽ നിന്ന് മുഫ്തിക്ക് പങ്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം ലഷ്കർ-ഇ തോയ്ബയ്ക്ക് രാഷ്ട്രീയ വിഭാഗം തലവനായ മൗലാന കാഷിഫ് അലിയെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയതും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ ഖെബൻ എന്ന പ്രവിശ്യയിൽ നിന്നായിരുന്നു രാവിലെ സംഭവം നടന്നതും. സ്വബയിലെ വസതിയിൽ വെച്ചായിരുന്നു അലിക്ക് വെടിയേറ്റതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് എത്തിയ അജ്ഞാതർ അലിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും പറയുന്നു. ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവനാണ് കൊല്ലപ്പെട്ട മൗലാന കഷിഫ് അലി. 2024 ലഷ്കർ തലവനായ ഹാസിഫ് സായിദ് രൂപീകരിച്ച PMML-നെ നയിക്കുന്നതും അലിയായിരുന്നു. ഇയാളെ വെടിവെച്ച ശേഷം അക്രമികൾ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 ലഷ്കർ-ഇ തോയ്ബ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും അതിൽ 2 പേർ റോഡ് അപകടങ്ങളിൽ മരിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മൗലാന കാഷിഫ് അലിയുടെ കൊലപാതകം പാകിസ്ഥാനിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചതും. സംഭവത്തിൽ ലഷ്കർ-ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിൽ സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. മൗലാന കാഷിഫ് അലിയുടെ കൊലയാളികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.